പലയിടങ്ങളിലും ശക്തമായ മഴയുണ്ട്. കൊച്ചിയിലൊക്കെ മഴ കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്ര മഴയാണ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത്. ഇന്നത്തെ മഴ അലർട്ടുകൾ നമുക്കൊന്ന് പരിശോധിച്ച് തുടങ്ങാം. റെഡ് അലർട്ടുള്ള ജില്ലകൾ ശ്രദ്ധിക്കുക. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ 3 ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എറണാകുളം, ഇടുക്കി, തൃശൂർ. അപ്പോൾ മധ്യ കേരളത്തിലാണ് മഴ കണക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. ഓറഞ്ച് അലർട്ട് ഉള്ളത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം 5 ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ടുമുണ്ട്. തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മലപ്പുറം, പാലക്കാട്, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട. യെല്ലോ അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടുമുണ്ട്. അപ്പോൾ സംസ്ഥാനത്ത് പരക്കെ വളരെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. കൊച്ചിയിൽ രാത്രി മുതൽ ആരംഭിച്ച മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. ശക്തമായ കാറ്റിനും കടലേറ്റത്തിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് കൂടി വരുന്നു. കക്കി, ആനത്തോട് ഡാമിന്റെ 4 ഷട്ടറുകൾ ഇന്ന് തുറക്കുകയും ചെയ്യും. 1-2 ദിവസം കൂടി മഴ കനത്തു നിൽക്കാനാണ് സാധ്യതയുള്ളത്. അർജുൻ മട്ടന്നൂരുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. രാവിലെ പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല. തുള്ളിക്കൊരു കുടം വീതം എന്ന മട്ടിലാണ് മഴ അല്പം ശമിച്ചിട്ടുണ്ടോ ഇപ്പോൾ? എന്താണ് മഴയുടെ അവസ്ഥ? അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. ഡോക്ടർ അനുകുമാർ, ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും എറണാകുളം ജില്ലയിൽ അടക്കം തുടരുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിക്കൂറോളം തുടർച്ചയായി തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ പേട്ട എന്ന സ്ഥലത്താണ്. തൃപ്പൂണിത്തുറ പേട്ട മരട് റോഡാണ് ഈ കാണുന്നത്. അവിടെ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ല ഇവിടെ. പക്ഷേ തുടർച്ചയായി ഇന്നലെ രാത്രി പെയ്ത മഴയിൽ വലിയ വെള്ളക്കെട്ട് ഈ റോട്ടിലടക്കം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് കാണാം വലിയ വാഹനങ്ങളടക്കം ഏതാണ്ട് വലിയ വെള്ളക്കെട്ടിലൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖലയിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും സാധാരണ രീതിയിൽ അത്തരത്തിൽ ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടാകാറില്ല എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇവിടെ എങ്ങനെയാണ് സാധാരണ വെള്ളക്കെട്ട്? ഇത്ര നാളിടയ്ക്ക് ഞാൻ ഇത് ആദ്യമായിട്ട് ഇത്രയും വെള്ളം കണ്ടേക്കണത്. ഗാന്ധി സ്ക്വയർ മുതൽ പേട്ട വരെ വെള്ളം തന്നെയാണ്. വണ്ടിക്കൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ വഴിയിൽ നിന്ന് തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവിടത്തോളം എത്തിയത്. ചെറിയ ഈ ഇടവഴികളിലൊക്കെ നല്ല വെള്ളമുണ്ട്. നല്ല വെള്ളമുണ്ട്. അതുതന്നെയാണ് അരുൺകുമാർ. അതായത് വലിയ വെള്ളക്കെട്ട് കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് റെഡ് അലർട്ടാണ് കൊച്ചി നഗരത്തിൽ, എറണാകുളം ജില്ലയിൽ അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മലയോര മേഖലയിൽ ശക്തമായ മഴ ഇപ്പോഴില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് മൂവാറ്റുപുഴ, കോതമംഗലം അടക്കമുള്ള മേഖലകളിൽ രാവിലെ നമ്മൾ അന്വേഷിച്ചപ്പോൾ അവിടെ വലിയ ശക്തമായ മഴയില്ല. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ, കൊച്ചി നഗരത്തിൽ ഒക്കെ തന്നെ വലിയ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ മഴയുടെ ശക്തി അല്പം ഒന്ന് കുറയുമെങ്കിൽ പോലും മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഇരുചക്ര വാഹന യാത്രക്കാരൊക്കെ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴികളും മറ്റുമുണ്ട്. മാത്രവുമല്ല വെള്ളക്കെട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകളൊക്കെ തന്നെ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളടക്കം ഏർപ്പെടുത്താൻ വേണ്ടി തഹസിൽദാർമാർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ശക്തമായ മഴ എറണാകുളം ജില്ലയിലടക്കം ഇപ്പോഴും തുടരുകയാണ്. കാൽനട യാത്രക്കാരും പ്രത്യേകം ശ്രദ്ധിക്കണം. പല റോഡുകളിലും ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുൻ ഇപ്പോൾ നിൽക്കുന്ന പേട്ടയിലാണെങ്കിൽ പോലും ആ വഴി കാണാം. ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ടും വെള്ളം കയറി കിടക്കുകയാണ്. അവിടെയൊക്കെ എവിടെയാണ് കുഴികളുള്ളതെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പ്രത്യേകം സൂക്ഷിച്ചു മാത്രം പോവുക. പ്രത്യേകിച്ച് ഇരുചക്ര വാഹനക്കാർ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൂടെ വാഹനം ഓടിച്ച് കുഴിപ്പോയി വീഴരുത്. പലയിടങ്ങളിലും വലിയ ഗർത്തങ്ങളുണ്ട്. അവിടെ പണി നടക്കുന്ന സ്ഥലമാണ്. പ്രത്യേകിച്ച് ദേശീയപാതയിൽ പണി നടക്കുന്ന എല്ലാ ഇടങ്ങളിലും വെള്ളക്കെട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ വെള്ളക്കെട്ടിനുള്ളിലൂടെ പോകരുത്. വെള്ളക്കെട്ട് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൂടെ പോവുക. സുരക്ഷിതമായി മുന്നോട്ട് പോവുക. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ കനത്ത മഴയാണ്. അപ്പോൾ ഇടുക്കി, എറണാകുളം, തൃശൂർ ഈ 3 ജില്ലകളിലും ഇപ്പോൾ റെഡ് അലർട്ടാണ്. അതിതീവ്ര മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു.